പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വക്കബി. ഞാൻ ആഷിഖ് ജോയ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടോ, പരിശുദ്ധ അമ്മ നിത്യകന്യകയാണോ എന്നുള്ളതാണ്. പ്രൊട്ടസ്റ്റൻ്റുകാർ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. 15-ാം നൂറ്റാണ്ടിന് ശേഷം 15 നൂറ്റാണ്ടുകളോളം ക്രിസ്ത്യാനികൾക്ക് യാതൊരുവിധ സംശയം ഉണ്ടായിരുന്നില്ല. 1500 വർഷക്കാലം എല്ലാവരും വിശ്വസിച്ചിരുന്നത് മാതാവിന് യേശു മാത്രമാണ് മകനായിട്ടുള്ളതും പരിശുദ്ധമ്മ നിത്യകന്യകയാണ് എന്നുമാണ്. അപ്പോൾ അത് നമ്മൾ വചനത്തിൽ നിന്ന് ഇന്ന് കാണാൻ പോവുകയാണ്. പ്രൊട്ടസ്റ്റൻ്റുകാർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളത്. ആസ് യൂഷ്വൽ, ലെറ്റ് us begin with a prayer. Pater noster, qui es in calis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം തിരുവചന ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ, യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞ് യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ആരോപണം. യേശുവിന് സഹോദരങ്ങളുണ്ട്, മാതാവിന് 4 മക്കളെങ്കിലും ചുരുങ്ങിയതുണ്ട് എന്ന് ഈ വചനഭാഗത്ത് നിന്നും പ്രൊട്ടസ്റ്റൻ്റുകാർ ആരോപിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബൈബിളിൽ കസിൻ എന്നും അതുപോലെ തന്നെ സ്റ്റെപ്പ് ബ്രദർ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിനും ഒരേ വേർഡാണ് ഉപയോഗിക്കുന്നത്, സഹോദരങ്ങൾ എന്ന്. അതായത് അഡൽഫോസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കസിൻസിന് വേറെ തന്നെ വാക്കില്ല. അതായത് എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മകൻ എൻ്റെ കസിനാണെങ്കിലും സഹോദരൻ എന്നാണ് ബൈബിൾ വിളിക്കുക. അതുകൊണ്ട് കസിൻ എന്ന രീതിയിലാണ് ഈ വചനഭാഗം തിരുവചനത്തിൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാലും പ്രൊട്ടസ്റ്റൻ്റുകാർ അംഗീകരിക്കത്തില്ല. ഈ സഹോദരനും കസിനും അല്ലെങ്കിൽ നെഫ്യൂക്കും എല്ലാം ഒരേ വേർഡാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ അതിനുള്ള തെളിവുണ്ട്. നമുക്കറിയാം, ലോത്ത് എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ ബ്രദറിൻ്റെ മകനാണ്. പക്ഷേ ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായം 27-ാം തിരുവചന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. അപ്പോൾ അബ്രഹാം ലോത്തിനോട് പറയുന്നു, നമ്മൾ സഹോദരരാണ്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ സഹോദരരല്ല. അബ്രഹാമിൻ്റെ സഹോദരനായിട്ടുള്ള ഹാരാൻ്റെ പുത്രനാണ് ലോത്ത് എന്ന് ഉൽപ്പത്തി 11:27 പറയുന്നു. അപ്പോൾ മത്തായി 13:55 പറയുന്നു, യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് ഈ 4 പേര് യേശുവിൻ്റെ സഹോദരങ്ങളാണ് എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ മക്കൾ എന്നാണ് ആരോപണം. ഈ യാക്കോബും ജോസഫും നമുക്ക് നോക്കാം. യാക്കോബും ജോസഫും ഇവരാരായിരുന്നു എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 56-ാമത്തെ തിരുവചന ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: അക്കൂട്ടത്തിൽ മഗ്ദലേന മറിയവും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും അമ്മയായ മറിയവും സെബെദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. വളരെ വ്യക്തം, യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും അമ്മയായ മറിയം എന്ന് പ്രത്യേകം അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പം അത് വേറെ മറിയമാണ്. ഈ മറിയം ആരാണ്? അത് മത്തായിയുടെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം തിരുവചന ഭാഗത്ത് പറയുന്നു: യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും, യേശുവിൻ്റെ അമ്മ, അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും അമ്മയായ മറിയം എന്നിവിടെ പറയുന്നത് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സഹോദരിയുടെ മക്കളാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സഹോദരിയുടെ പേരെന്താണ്? മേരി, മറിയം. അതായത് മാതാവിൻ്റെ കസിൻ സിസ്റ്റർ. നമുക്കറിയാം മാതാവ് ഒറ്റ മോളാണ്. അപ്പം മാതാവിൻ്റെ സഹോദരിയുടെ 2 മക്കളുടെ പേരാണ് യാക്കോബും ജോസഫും എന്ന് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 56-ലും യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-ലും വ്യക്തമാകുന്നു. അപ്പോൾ ഈ 4 പേരിൽ യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും മാതാപിതാക്കൾ ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ബാക്കി 2 പേരും കൂടിയുണ്ട്, ശിമയോനും യൂദാസും.
അപ്പോൾ നമുക്ക് ആദ്യം യൂദാസ് നോക്കാം. യൂദാസ് ആരുടെ മകനാണ് എന്നുള്ളത്. യൂദാസ് തന്നെ പറയുന്നത്, യൂദാസിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ്. അപ്പോൾ യാക്കോബിൻ്റെ സഹോദരനാണ് യൂദാസ്, അതായത് മാതാവിൻ്റെ സഹോദരിയുടെ 3-ാമത്തെ മകൻ. അപ്പോൾ യാക്കോബായി, ജോസഫായി, യൂദാസായി. അപ്പോൾ ഇപ്പം മേരിക്ക്, അതായത് ക്ലെയോപ്പാസിൻ്റെ ഭാര്യ ആയിട്ടുള്ള മേരിക്ക് 3 മക്കളായി. ഇനി ഷിമിയോൻ ആരാണെന്നുള്ളത് വചനത്തിലില്ല, അതിന് പാരമ്പര്യത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. പാരമ്പര്യപ്രകാരം ഷിമിയോനും ഈ മേരിയുടെ മകനാണ്. അതായത് ക്ലെയോപ്പാസിൻ്റെ ഭാര്യ മറിയത്തിൻ്റെ മകനാണ് ഈ ഷിമിയോനും. അപ്പോൾ യേശുവിൻ്റെ സഹോദരർ എന്ന് പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം 13:55 പറയുന്ന യാക്കോബ്, ജോസഫ്, ഷിമിയോൻ, യൂദാസ്, ഇവർ 4 പേരും മാതാവിൻ്റെ മക്കളല്ല, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മക്കളല്ല, മാതാവിൻ്റെ സഹോദരിയായ ക്ലെയോപ്പാസിൻ്റെ ഭാര്യയായിട്ടുള്ള ആ മറിയത്തിൻ്റെ 4 മക്കളാണെന്ന് വചനം കൊണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു ആരോപണം അവർ പറയണത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 25 വരെയാണ്. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന്. അപ്പോൾ അതിനവർ കൊടുക്കുന്ന മറ്റൊരു അർത്ഥമാണ്, അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു കാണും എന്നുള്ളത്. അതേപോലെ ശൈലിയുള്ള മറ്റൊരു വചനമുണ്ട്. 2 സാമുവേൽ 6-ാം അധ്യായം 23-ാം തിരുവചനം: സാവൂളിൻ്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. അപ്പോൾ അതിനർത്ഥം മരിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടായി എന്നാണോ? അല്ല. അപ്പോൾ ഇതൊക്കെ കോമൺ സെൻസാണ്. അൻറ്റിൽ എന്ന വാക്ക് അത് ആ ഒരു ശൈലിയുണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമേ ഉള്ളൂ. യേശുവിന് സഹോദരങ്ങളില്ലായിരുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് വേറെ മക്കളില്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന മറ്റൊരു ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചന ഭാഗത്ത് ഈശോ പറയുന്നു: യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ സ്വന്തം സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈശോയ്ക്ക് തൻ്റെ വേറൊരു അപ്പസ്തോലന് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യേശുവിൻ്റെ സ്വന്തം സിബ്ലിങ്സ് മാതാവിനെ നോക്കുമായിരുന്നല്ലോ. അപ്പം വചനത്തിൽ തന്നെ ഇതുണ്ട്. നിരന്തരം വചനം അറിയാം എന്ന് പറയുന്നവർക്ക് സത്യത്തിൽ വചനം അറിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എല്ലാം വചനത്തിൽ തന്നെയുണ്ട്, നമ്മൾ നോക്കി അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സോ ഇവർ യേശുവിൻ്റെ സഹോദരങ്ങളല്ലേ എന്ന് പറയുന്നത് യേശുവിൻ്റെ കസിൻസ് ആണ് എന്ന് തിരുവചന ഭാഗങ്ങളിൽ തന്നെയുണ്ട്. ഇനി ഏതെങ്കിലും പെന്തക്കോസ്തക്കാരോ പ്രൊട്ടസ്റ്റൻ്റ് ആരോ വരുമ്പോൾ ഈ വചനം കോട്ട് ചെയ്തിട്ട് പറയുക. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയേരിബുസ് എർ ബെനഡിക്റ്റൂസ് ഫ്രുക്റ്റൂസ് വെൻട്രീസ് തു യേസൂസ് സാങ്ക്ത മരിയ മാതർ ദൈ ഓരാ പ്രോ നോബിസ് പെക്കാത്തോ ഇരിബുസ് നൂങ്കേ തിന്നോര മോർത്തിസ് നോസ്ത്രേ ആമേൻ വിവ ക്രിസ്റ്റോറെ.